നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി അച്യുത് കുമാർ, പാലക്കാട്. അച്യുത് കുമാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നക്ഷത്രം തിരുവാതിര. ദോഷം 1.5 തൊട്ട് 2 ദോഷം വരെ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ പറയുന്നുണ്ട്. ഈ 1.5 തൊട്ട് 2 ദോഷം എന്നൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ആ കാര്യം അത് ഓരോ പണിക്കരും നോക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം ഞാനൊരു ജ്യോതിഷനാണ്, ഞാൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് 1 ദോഷം ഉണ്ടായിന്ന് വരുള്ളൂ. ചില ആളുകൾക്ക് 2.5 ദോഷം കിട്ടിയെന്ന് വരും, ചില ആൾക്ക് 2 ആയിരിക്കും, ചില ആൾക്ക് 1.5 ദോഷമായിരിക്കും. അപ്പോൾ അതിനെ ഇങ്ങനെ കൃത്യമായിട്ട് അയ്യോ ഇത് ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ച് നോക്കാതിരിക്കരുത്. അപ്പോൾ ഞാൻ അച്യുത് കുമാറിനെ കുറിച്ച് വീണ്ടും പറയാം. അച്യുത് കുമാറിൻ്റെ നക്ഷത്രം തിരുവാതിരയാണ്. അദ്ദേഹത്തിന് 32 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹം ക്വാളിഫിക്കേഷൻ വന്നിട്ട് PGDM റീറ്റെയിൽ മാർക്കറ്റിംഗിൽ SCMS കൊച്ചിയിൽ നിന്നാണ് പാസ്സായിരിക്കുന്നത്. റീറ്റെയിൽ മാർക്കറ്റിങ്ങിൽ PGDM ആണ് പാസ്സായിരിക്കുന്നത്. അമ്മ വന്നിട്ട് ടീച്ചറാണ്, റിട്ടയർഡ് ടീച്ചറാണ്. അച്ഛൻ വന്നിട്ട് പാലക്കാട്ടെ പ്രശസ്തമായ ഒരു ബിസിനസ് ഇതിൻ്റെ ഉടമയാണ്. ഇദ്ദേഹം അച്യുത് കുമാറിൻ്റെ ജോലി ഉണ്ടായിരുന്നതായിരുന്നു. നല്ല ഒരു കമ്പനിയിലായിരുന്നു ജോലി. പിന്നെ ബിസിനസ്സും കാര്യങ്ങളും നോക്കാൻ ആളില്ലാതെ വന്നപ്പോൾ അച്ഛൻ ഒറ്റയ്ക്ക് ഓടിയെത്താൻ പറ്റാതെ ആയപ്പോൾ മകൻ ജോലി റിസൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരവസ്ഥ വന്നു. പാലക്കാട് ടൗണിൽ ഡോക്ടർ AR മേനോൻ എന്ന് പറയുമ്പോൾ തന്നെ മെഡിക്കൽ ഷോപ്പ് കാര്യങ്ങൾ അങ്ങനെ അവർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മേനോൻ എന്ന് പറഞ്ഞിട്ടൊരു മെഡിക്കൽ ഷോപ്പാണ്. അവരുടെ വലിയ ബിസിനസ്സാണ്. മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, മെഡിസിൻസ്, ഫാർമസി, അതായത് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നല്ല ഒരു വെൽ സെറ്റിൽഡ് ഫാമിലിയാണ്. എന്ന് മാത്രമല്ല, ഒറ്റപ്പാലത്ത് പണ്ടത്തെ ഡോക്ടർ KP അച്യുത മേനോൻ അവരുടെ ഗ്രാൻഡ് സണ്ണാണ്. പഴയകാല ഒറ്റപ്പാലത്തുകാർക്കൊക്കെ അറിയാം അച്യുത മേനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടർ അച്യുത മേനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരക്കുട്ടിയാണ് അച്യുത് കുമാർ. അപ്പോൾ ആരെങ്കിലും നല്ല ഒരു ബിസിനസ്, നല്ലൊരു തറവാട്ടുകാരെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെൺകുട്ടികളുടെ പേരൻസിന് വള്ളുവനാട് മാട്രിമോണിയലിനെ സമീപിക്കാം. ഞാൻ ഈ പ്രൊഫൈൽ നിങ്ങൾക്ക് എടുത്തു തരാം. വളരെ നല്ല ഒരു ഇതാണ്, അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഞാൻ ആ കുട്ടിയുടെ അമ്മയൊക്കെ എനിക്കറിയാം. കാരണം ആ കുട്ടിയുടെ അമ്മാമൻ അല്ലെങ്കിൽ ഈ അമ്മയുടെ ചേട്ടൻ വന്നിട്ട് എൻ്റെയൊക്കെ ബാച്ചിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ അറിയാവുന്ന നല്ലൊരു ഫാമിലിയാണ്. ഒറ്റപ്പാലത്തിൻ്റെ നല്ല പ്രശസ്തമായ നായർ തറവാട്ടുകാരനെയാണ് അവർ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാം. ഞാൻ ഒരിക്കൽ കൂടെ അച്യുത് കുമാറിനെ കുറിച്ച് ഞാൻ പറയാം. അച്യുത് കുമാർ 32 വയസ്സ്, മേനോൻ ആൻഡ് കമ്പനി മെഡിക്കൽ ഷോപ്പിൻ്റെ ഓണറാണ്. PGDM ആണ് റീറ്റെയിൽ മാർക്കറ്റിംഗ്, SCMS കൊച്ചിയിലാണ് പാസ്സായിരിക്കുന്നത്. പാലക്കാട് ടൗണിൽ തന്നെയാണ് വീട്. അമ്മ റിട്ടയർഡ് ടീച്ചറാണ്. ഈ കുട്ടിയുടെ ഹൈറ്റ് വന്നിട്ട് 178 എന്ന് പറയുമ്പോൾ 5'10", 82 kg വെയിറ്റ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലിനെ ബന്ധപ്പെടുക. ഞാൻ നിങ്ങൾക്ക് ഈ പ്രൊഫൈലിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ഞാൻ എടുത്തു തരുന്നതായിരിക്കും. എല്ലാ വീഡിയോകളിലും സൂചിപ്പിക്കുന്ന 1-2 കാര്യങ്ങൾ
ഈ വീഡിയോയിൽ സൂചിപ്പിക്കുകയാണ്. കാരണം പുതിയ പുതിയ ആളുകൾ കേൾക്കുന്നുണ്ടാകാം, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഒരു മാട്രിമോണിയൽ സൈറ്റിൽ അല്ലെങ്കിൽ ഒരു ബ്രോക്കറുടെ കയ്യിൽ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കല്യാണം നടക്കും എന്നൊന്നും വിചാരിക്കരുത്. ഈ ഒരു മേഖല നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ലെവലിലേക്കാണ് പോകുന്നത്. 1-2 കാരണങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു തരാം, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഒന്ന്, പെൺകുട്ടികൾ കുറഞ്ഞു വരുന്നു, ആൺകുട്ടികൾ കൂടുതലായിട്ടാണ് കാണുന്നത്. എല്ലാ മാട്രിമോണി സൈറ്റുകളിലും ഇത് തന്നെയാണ് സ്ഥിതി. ഈ പെൺകുട്ടികൾ കുറയുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രാജുവേഷൻ അല്ലെങ്കിൽ അതിന് താഴെയുള്ള എഡ്യൂക്കേഷനായിട്ടുള്ള കുട്ടികളുടെ കല്യാണം അവർ മനസ്സിൽ ആലോചിക്കുമ്പോഴേക്കും കല്യാണം നടക്കുന്നുണ്ട്. അതായത് അവർക്ക് കല്യാണം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി കാര്യം നടക്കുന്നുണ്ട്. അതേ അവസരത്തിൽ പെൺകുട്ടികൾ ധാരാളം എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്താണ് അവർക്ക് മാട്രിമോണി സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഈ അവസ്ഥ വരുമ്പോൾ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ ആൺകുട്ടികളുടെ ഭാഗത്ത് കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ അഥവാ കിട്ടിയാൽ തന്നെ വേറെ പല കാരണം കൊണ്ടും തടസ്സങ്ങളുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ ഇപ്പോൾ കാണുന്ന പൊതുവേ ആയിട്ടുള്ളൊരു കാഴ്ച, ഒന്ന്, ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ശുദ്ധജാതകം, പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ദോഷജാതകം. ഈ ആൺകുട്ടി ശുദ്ധജാതകം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഒരു 60% ആൻഡ് എബോവ് ശുദ്ധജാതകമാണ്. പെൺകുട്ടി 50% ആൻഡ് എബോവ് ദോഷജാതകമാണ്. പിന്നെ ഇപ്പോൾ ആരുടെ കല്യാണം നടക്കുക എന്ന് ചോദിച്ചാൽ ജാതകം നോക്കാൻ പറ്റുന്ന കേസ് 40% മാക്സിമം. ഈ 40% ജാതകം നോക്കുമ്പോൾ തന്നെ ഒറ്റയടിക്ക് ഒരു 30%, ആ 40-ത്തെ 80% പോയി കിട്ടും ജാതകം നോക്കിയാൽ. ബാക്കി 20%